നമസ്കാരം, ബിന്ദുസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 21-ാം തീയതിയാണ്. ഞങ്ങളിപ്പോൾ ഒബ്രോ മോളിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൂര്യ സന്തോഷിൻ്റെ പാട്ട്, അതായത് ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം കണ്ട ദൃശ്യങ്ങളെന്ന് പറഞ്ഞാൽ വെറുതെ ആയിപ്പോയെന്നുള്ളതാണ്. കാരണം അകത്തേക്ക് ആരെയും കടത്തി വിടുന്നില്ല. ആ സമയം 6-6:30 സമയമായപ്പോഴത്തേക്ക് അത് ഫുള്ളായി. അവർ മോളും അടച്ചു. കുറച്ച് നേരമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു, എങ്ങനെയെങ്കിലും കയറാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷേ വെറുതെ ആയിരുന്നു, വേസ്റ്റ് ആയിപ്പോയി. അത്രയും പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ബൈക്കിൽ വന്നത്. അത് പാർക്ക് ചെയ്യാൻ തന്നെ കഷ്ടപ്പെട്ടാണ് പാർക്ക് ചെയ്തത്. എന്നിട്ട് ഈ അവസ്ഥയായിപ്പോയി. ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി നേരെ എടുത്ത് ബർഗറി പനമ്പള്ളി നഗർ വന്ന്. അത് ബർഗറിൻ്റെ നല്ല സ്പോട്ടാണെന്നാണ് കണ്ണൻ പറഞ്ഞിരിക്കുന്നത്. അവൻ കഴിച്ചതിൽ നല്ല ബർഗറുള്ള സ്ഥലം, നല്ല ബർഗർ എന്ന് ഉദ്ദേശിച്ച് വലിയ ബർഗർ, ഭയങ്കര വലിയ ബർഗറാണ്. പല ടൈപ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ലതാണെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. അതായത് ഇങ്ങനെ ഇവർ പനമ്പള്ളി നഗറിലുള്ള ഫുഡിൻ്റെ സ്പോട്ടുകളൊക്കെ പോയി പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ അറിയാൻ പറ്റും. ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങളിവിടെ ഇത് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇപ്പം സിന്ധുവും കിങ്ങിണിയും ക്രിസ്മസ് വെക്കേഷന് എറണാകുളത്തേക്ക് വന്നതാണ്. അപ്പോൾ അവർ 8-9 ദിവസം ഉണ്ടാവും, 10 ദിവസം തികച്ചിട്ടില്ല. അവർ എന്നിട്ട് 31-ാം തീയതി തിരിച്ചു പോകും. അപ്പോൾ അതിനുള്ളിൽ പകൽ സമയങ്ങളിൽ എന്നും വരാൻ പറ്റില്ല, എങ്ങും പോകല. എനിക്ക് ഓഫീസിൽ പോകണം, അതുപോലെ തന്നെ കിങ്ങിണിക്ക് പഠിക്കണം. കാരണം ചെന്ന ഉടനെ വീട്ടിൽ 1-ാം തീയതി ചെന്ന ഉടനെ അവർക്ക് എക്സാമാണ്, മോഡൽ എക്സാമുകളൊക്കെയാണ്. സോ അതുകൊണ്ട് പകൽ സമയങ്ങളിലും അവർ വീട്ടിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കും. അപ്പം വൈകുന്നേരങ്ങളിലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഓരോരോ പ്ലാനിങ് ആണ്. അതുപോലെ തന്നെ കണ്ണന് ഇന്ന് 21-ആണ്. 25-ാം തീയതി കണ്ണൻ രാവിലെ തന്നെ ലക്ഷദ്വീപിലേക്ക് ട്രിപ്പ് പോകുക. അവൻ പിന്നെ 3-ാം തീയതി വരുള്ളൂ. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഈവനിങ് ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ പുറത്തു പോകൽ പാളിച്ചയായിപ്പോയി. ഒബ്രോ മോളിൻ്റെ സൂര്യ സന്തോഷിൻ്റെ ഗാനമേള അട്ടർ ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ണൻ തന്നെ ഓർഡർ ചെയ്തു. ഇതിപ്പം ഫ്രഞ്ച് ഫ്രൈസ് പോലെ അതിനകത്ത് ചിക്കൻ ആഡ് ചെയ്തിട്ട് സോസേജൊക്കെ ഒഴിച്ചൊരു സാധനം. ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനും കിങ്ങിണിയും അത് കൂടുതൽ കഴിച്ചു. പിന്നെ 2 ബർഗർ. പക്ഷേ ഒരു ബർഗറൊന്നും ഒരാൾക്കൊന്നും ഭയങ്കരമായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളധികം 4 നമ്പറൊന്നും ഓർഡർ ചെയ്തില്ല. അത് കഴിഞ്ഞാൽ പണിയാവുമെന്ന് വിചാരിച്ച് 2 ഓർഡർ ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ 4 പേരും കൂടെ കഴിച്ച്. അല്ലാതെ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പണി പാളും, കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തത് നന്നായെന്ന് നമുക്ക് തോന്നി. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും വളരെ കൂടുതൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളങ്ങനെ ചെയ്ത്. സിന്ധുവിന് അതിനകത്ത് ഇരിക്കുന്ന സ്റ്റഫ് ചെയ്തിരിക്കുന്ന ചിക്കൻ ബീഫ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് സിന്ധുവിൻ്റെ പറഞ്ഞത്. വറുത്തല്ലെന്നാണ് പറഞ്ഞത്, എങ്കിലും ഓക്കെ. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട, കേക്കൊക്കെ ഇരിപ്പുണ്ട്, അത് കട്ടൻ ചായയും കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ച്. ഞങ്ങൾ 2 മാത്രമേ എണീറ്റിട്ടുള്ളൂ കേട്ടോ. കണ്ണനും കിങ്ങിണിയൊന്നും എണീച്ചിട്ടേ ഇല്ല. കിങ്ങിണിയെ എന്തോരം വിളിച്ചാലും ആ പുള്ളിക്കാരത്തി എണീക്കുമെന്ന് അറിയാമോ? എന്തോന്ന് അറിഞ്ഞൂടോ കുഞ്ഞിന്. രാവിലെ പകൽ ഉറങ്ങുന്നതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. രാത്രി എത്ര വേണമെങ്കിലും അവിടെ ഉണർന്നിരിക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് പിന്നെ തലയിലൊക്കെ എണ്ണയൊക്കെ വെച്ച് കിങ്ങിണി പഠിക്കാതിരുന്നു. അങ്ങനെ ഡിസ്കഷൻസ്, അങ്ങനെ കാര്യം പറഞ്ഞിരിക്കലാണ്. അത് സമയം പോകുന്നതേ അറിയില്ല. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി തലേ ദിവസം പകലുണ്ടാക്കിയ ചോറൊക്കെ അതേപോലെ ഇരുന്നു. ചോറും മീൻകറിയും മെഴുക്കുരട്ടി എല്ലാം, പാവയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ തലേ ദിവസം ഉണ്ടാക്കിയത് അതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ലാവിഷായിട്ട് അതൊക്കെ കഴിച്ചു. എന്നിട്ടും ബാലൻസാണ്. എല്ലാവർക്കും കുറച്ച് മാത്രം മതിയല്ലോ. അപ്പം അതുകൊണ്ടായതുകൊണ്ട് പാചകമൊന്നും ഉണ്ടായിരുന്നില്ല. പാചകം മാത്രമായിരുന്നു ആ പകലുണ്ടായിരുന്നത്. വൈകിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. കാരണം അന്ന് ഞായറാഴ്ചയാണല്ലോ. അപ്പം തിങ്കളാഴ്ച ഞാൻ ഓഫീസിൽ പോകും, കണ്ണൻ ഓഫീസിൽ പോകും. അപ്പോൾ പിന്നെ പുറത്ത് പോലൊന്നും നടക്കത്തില്ല. അങ്ങനെ 2 കൂട്ടരും 2 ടൂ വീലറിലായിട്ട് നേരെ ലുലുവിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് ലുലു വരെ പോകുന്നത് എളുപ്പമല്ല. കാരണം ബ്ലോക്ക് ഭയങ്കര. ക്രിസ്മസിന് അതിൻ്റെ ഈ സൺഡേ കഴിഞ്ഞാൽ അടുത്ത വരുന്ന ബുധനാഴ്ച ക്രിസ്മസ് ആയതുകൊണ്ട് പിന്നെ ആൾക്കാർ പർച്ചേസിങ്ങിനായിട്ട് ലുലുവിലൊക്കെ ഒടുക്കത്തെ തിരക്കായിരിക്കും. സോ വണ്ടി കൊണ്ട് പോയാൽ പണി പാളും, ബ്ലോക്കാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെങ്ങമ്പുഴ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വണ്ടിയും വെച്ചിട്ട് ഞങ്ങൾ മെട്രോയിൽ കയറി പോകാമെന്നും പറഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത്. അതായിരുന്നു ബെറ്റർ ഐഡിയ ആയിരുന്നു കേട്ടോ. അയ്യോ, ഈ മൊബൈലിൽ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൂടെ കടന്നു പോകാനുള്ള വളരെ ബുദ്ധിമുട്ട്. അവിടെ ആളും നിൽപ്പില്ല, ഒന്നും നിൽപ്പില്ല.
അപ്പോൾ എന്താണ് നമ്മളത് സ്വൈപ്പ് ചെയ്ത് കയറുമ്പം ചിലപ്പോൾ അതിന് സമയത്തിൻ്റെ ഗ്യാപ്പ് കിട്ടും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് തിരിച്ചടിക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അത് ഒരു പ്രാവശ്യം ഒന്നുമല്ല, 2-3 പ്രാവശ്യം അങ്ങനെ പേടിച്ചിട്ട് നമുക്ക് കടന്നു പോയാൽ അത് വന്ന് ഇടിക്കുമോ എന്നുള്ളൊരു, ക്ലോസ് ആയി പോകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. അവരവിടെ ആളും ഇരിപ്പില്ല. പിന്നെ കണ്ണൻ രണ്ടാമത് അവരോട് പോയി സംസാരിച്ചിട്ടാണ് അത് വന്ന് ശരിയാക്കിയിട്ടാണ് ഞങ്ങളിങ്ങനെ കടന്നു പോയത്. അങ്ങനെ ഞങ്ങൾ മെട്രോയിലൊക്കെ ഇനി കയറി. കണ്ണൻ ഈ 25-ാം തീയതി പോകുന്നത് കൊണ്ടില്ലേ, ഞങ്ങളുടെ പുറത്ത് പോകുന്നതിന് ഞങ്ങൾക്ക് ഇനി എല്ലാ യൂബറിനെ ആശ്രയിക്കേണ്ടി വരും. 2 വണ്ടി ഇല്ലല്ലോ, അത് വല്ലാത്തൊരു കഷ്ടകാലമായിപ്പോയി. ഇനിയുള്ള എനിക്ക് വണ്ടി ഉണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. ഞങ്ങളങ്ങനെ മെട്രോയിലൊക്കെ കയറി വെറുതെ വീഡിയോ ഒക്കെ എടുത്തു. തിലുലു മാളിലേക്ക് തിലുലുവിൽ പോകുന്നത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മെട്രോയിൽ പോകുന്നതാണ് ഏറ്റവും കൺവീനിയൻറ്റ്. വണ്ടിയും കൊണ്ട് പോകാത്തതാണ് ഏറ്റവും ബെറ്റർ. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പോകുമ്പം നമ്മൾ തൊട്ടടുത്തുനിന്ന് പോകുന്നെങ്കിലും നേരെ എൻട്രൻസ് അതിലേക്കൂടെ ആയതുകൊണ്ടേ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാറോ 2 വീലറോ ഒന്നും എടുക്കാതെ അത് ആശ്രയിച്ചാൽ നല്ലത്. കാരണം പാർക്ക് ചെയ്യാൻ ഇപ്പം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ മെട്രോയിൽ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ മെട്രോയിൽ കയറിയിട്ട് ലുലുവിൽ പോകാമല്ലോ. അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഈ കടകളിൽ നിന്നും ആക്ച്വലി ഷോപ്പ് ചെയ്യാനൊന്നുമില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് കുറച്ച് നേരം നടക്കാൻ, നമ്മൾ പുറത്ത് നടക്കുന്നതിന് പകരം ലുലുവിൻ്റെ അതിലൂടെ കുറേ നടക്കാമല്ലോ. ഇങ്ങനെ കഴിക്കൽ മാത്രമാകുമ്പോൾ കുറച്ച് കാല് കഴിക്കുന്നതോളം നടക്കാനാണ് ശരിക്കുള്ള ഉദ്ദേശം. അങ്ങനെ ഷോപ്പുകളിലൊക്കെ കയറി ചിലതിൻ്റെയൊക്കെ റേറ്റ് നോക്കുമ്പോൾ എടുക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കും നമുക്ക്. പക്ഷേ അത് വയബിളായിട്ടുള്ള റേറ്റ് അല്ലാത്തതുകൊണ്ട് എല്ലാം നോക്കി കാണാനാണ് മെയിനായിട്ട് നമുക്ക് പറ്റുന്നത്. ഭയങ്കര റേറ്റൊക്കെ ആണല്ലോ ആ കടകളിലൊന്നും. ഒരു മനുഷ്യരും ബില്ലടിക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ നമ്മുടെ വീടൊക്കെ വെച്ച ശേഷമില്ലേ, നമ്മുടെ ഹൗസ് വാമിങ്ങൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റിയ ഇഷ്ടംപോലെ സാധനങ്ങൾ, ഇഷ്ടംപോലെ നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട്. വീടൊക്കെ വെക്കുന്നവർക്ക് വന്ന് വെച്ച് പാല് കാച്ചൊക്കെ സമയത്തൊക്കെ എടുക്കാൻ പറ്റിയ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഓരോന്ന് നോക്കും, ചിലതൊക്കെ നമുക്ക് വേണമെന്നൊക്കെ നോക്കും, ചെക്ക് ചെയ്യും. പക്ഷേ റേറ്റൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതേപോലെ താത്ത് വെച്ചിട്ട് പോരാനായിട്ട് തോന്നുന്നത്. അതാണ് കറങ്ങി 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 ഞങ്ങൾ കാലെന്ത് കഴിച്ചിട്ട് ഒരിടത്തിരിക്കാന്നുള്ള രീതിയിലാണ് കറങ്ങുന്നത്. നോക്കിയേ എന്ത് രസമുണ്ടെന്ന് നോക്കിയേ, ഭയങ്കര രസമാണ്. ഇപ്പം വേറൊരു കോമഡി ഉണ്ടായിരുന്നു. ഞങ്ങൾ ലുലു എത്തിയപ്പോഴേ എൻ്റെ മാമൻ്റെ വൈഫ്, കളമശ്ശേരിയിലുണ്ടായിരുന്ന മാമൻ്റെ വൈഫ് സിന്ധു ഒക്കെ നാട്ടിലാണെന്നുള്ള രീതിയിൽ ഫോൺ വിളിച്ച് പുള്ളിക്കാരത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, സിന്ധു വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി ഇരിക്കുന്നത്. അപ്പോൾ പുള്ളി നാട്ടിലാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എറണാകുളത്തുള്ള കാര്യം പുള്ളിക്കാരത്തെ അറിയത്തില്ല. അപ്പോൾ നമ്മൾ പുള്ളിക്കാരത്തെ കാണാൻ പോകുന്നുണ്ട് പിന്നീട്. അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് സിന്ധു പറ്റിച്ചുകൊണ്ട് നടക്കണതാണ്. പിന്നീട് ഞങ്ങളത് പറഞ്ഞിട്ടോ നേരിട്ട് കണ്ടപ്പോൾ, ഇപ്പോൾ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് നടക്കണം ഫോൺ ചെയ്ത്. എന്തോരം നേരം മാമി ഫോൺ ചെയ്യുന്നത്, ആ രീതി മാമി അറിയുന്നില്ലല്ലോ ഞങ്ങൾ എറണാകുളത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം മാമി അറിയുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ കുറേ പറ്റിച്ച് പാവത്തിനെ. അങ്ങനെ അവിടുത്തെ പടങ്ങളും ഇതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാട്ടോ. ഈ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും സത്യത്തിൽ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞതില്ലേ, ഇത് കാണാൻ തന്നെ വന്നിട്ടുള്ളൂ. ഒരാളും പർച്ചേസ് ചെയ്യുന്നതായിട്ട് കാണാനേ പറ്റുന്നില്ല. അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ സെക്ഷനൊക്കെ നമുക്ക് നോക്കി, അതിൻ്റെ റേറ്റൊക്കെ നോക്കി. പിന്നെ അതൊക്കെ ഉള്ളത് കാരണം നമുക്ക് പിന്നെ വെറുതെ റേറ്റ് നോക്കി തിരിച്ച് വയ്ക്കും. ആവശ്യത്തിന് ഉണ്ടല്ലോ എന്നുള്ള ഒരു വിചാരത്തിനകത്ത് തിരിച്ച് വയ്ക്കും. ഡിന്നർ സെറ്റിൻ്റെ റേറ്റൊക്കെ കണ്ടോ, 14,999 രൂപ. അയ്യോ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ അനുസരിച്ച് ഇത് കാണാൻ മാത്രമാണ്, വാങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ല.
അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ആ സറൗണ്ടിങ്സ് നോക്കി പച്ച അലങ്കരിച്ചിരിക്കുന്നത് എന്ത് നല്ല രീതിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. ക്രിസ്മസിൻ്റെയൊക്കെ ഒരു അലങ്കാരങ്ങളെ ഇപ്പോഴും കാണാൻ ഭംഗിയുള്ള അലങ്കാരങ്ങളാണ്. ഇത് കാണാനാണ് ആൾക്കാർ ഇത്രയും ബ്ലോക്ക് ഉണ്ടായാലും ഇത്ര തിരക്കാണെങ്കിലും ആൾക്കാർ വരുന്നത്. ഷൂവിൻ്റെ കണ്ണന് മറ്റേ ലക്ഷദ്വീപ് പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ അവൻ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ ലുലുലു പോയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് അധികം പ്രശ്നമില്ല. നിങ്ങൾ കണ്ടോ ഒരു ചെരുപ്പ് കടയിലെ ഫ്രണ്ടിരിക്കുന്ന ചെരുപ്പ് കണ്ടോ, എന്ത് മുട്ടൻ ചെരുപ്പാന്ന് നോക്ക്. അതിനുള്ളിലൂടെ നമുക്ക് മറ്റേ വീഗാലാൻഡിൽ റൈഡിൽ പോകുന്നത് പോലെ പോകാൻ പറ്റിയ സ്ഥലം. അത്ര വലിയ ചെരുപ്പിൻ്റെ മോഡൽ. എന്നിട്ട് ഇതാണ് ലുക്ക്. അയ്യോ എന്തൊരു സൂപ്പറാന്ന് നോക്കിയേ. അത് ബൾബും ലൈറ്റ് ഇത് സൂപ്പറാന്നറിയാമോ. വാവ്, ഇത് ന്യൂ ഇയർ വരെ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ അന്ന് സാധാരണഗതിയിൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ അന്ന് പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തൊരു സൂപ്പർ ഏരിയയാണിത്. പക്ഷേ ഇവിടെ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോഴേ അവരെന്നോട് പറഞ്ഞു ഇവിടുത്തെ വീഡിയോ റെസ്ട്രിക്ഷനാണ്, വീഡിയോ എടുക്കാൻ പാടില്ല. അവർ കാണുന്നതിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത്. സൂപ്പർ സാധനങ്ങളാണ്. ഇതിൻ്റെ റേറ്റ് നമ്മൾ നോക്കി, ഭയങ്കര ഹൈ റേറ്റ് സാധനങ്ങളാണ് അത്. അടുത്ത കണ്ണനും കിങ്ങിണിക്കും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ ക്രോസ് വേർഡ് കയറി കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ വലിയ പാടാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ലുലുലു വന്നു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം അതാണ്. HP വേൾഡിലൊക്കെ കയറിയിട്ട് നമ്മൾ അത്രയ്ക്ക് വാങ്ങാത്തത് കൊണ്ട് അവർ തിരിച്ചിറങ്ങും. പക്ഷേ മറ്റടുത്ത് കയറിക്കഴിഞ്ഞാൽ ക്രോസ് വേർഡിൽ കയറിക്കഴിഞ്ഞാൽ ഇവർ ഇറങ്ങത്തില്ല. ഉള്ളി തിങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് പുസ്തകമൊക്കെ കാണും. എന്നിട്ട് ഇവർ 1-2 പുസ്തകമൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറേ സാധനങ്ങൾ. പിന്നീട് ഈ കണ്ണൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഉള്ള പുസ്തകങ്ങൾ നോക്കിയിട്ട് പുറത്ത് എവിടെയോ പോയിട്ട് ഇതിൻ്റെ സെയിം സാധനം ഉണ്ടോ എന്ന് വെച്ച് റേറ്റ് നോക്കുമ്പം ഇവിടത്തേക്കായും കുറവാണ്. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഇവിടെയാണുള്ളതെന്നാണ് അവൻ പറയുന്നത്. റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതലാണ്. പക്ഷേ ഇഷ്ടംപോലെ കിട്ടാത്ത സാധനങ്ങളും ഇവിടെ ഉണ്ടാവും എന്നാണ് അവൻ പറയുന്നത്. കുറേ ഇപ്പം ഇവിടെ കയറിയാൽ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ പിന്നെ മലയാളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. സിന്ധുവും അത്യാവശ്യം വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഇച്ചിരി പുറകോട്ടാണ്. ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല വായനയിൽ അധികവും. പക്ഷെ അവർ 3 പേരും അത്യാവശ്യം നന്നായി വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സിന്ധു ഇംഗ്ലീഷൊന്നും ആയിരിക്കത്തില്ല, മലയാളമാണ്. പഴയ ഇതുപോലെ നീർമാതളം പൂത്തകാലവും മാധവക്കുട്ടിയുടെ മാത്രമൊന്നുമല്ല, അല്ലാത്ത മലയാളത്തിലെ ഒട്ടുമിക്ക പുസ്തകവും വായിക്കണം. അവിടെ ഇപ്പം ഞങ്ങൾക്ക് നാട്ടിലാണെങ്കിൽ ഗ്രന്ഥശാലയുണ്ട്, സാഹിതി ഗ്രന്ഥശാലയുണ്ട്. അപ്പം അവിടുന്ന് സ്ഥിരമായിട്ട് പുസ്തകം എടുക്കുന്ന ആളും കൂടിയാണ് അദ്ദേഹം. 4 പുസ്തകം എടുത്തുകൊണ്ട് വന്ന് വായിച്ചിട്ട് കൊണ്ടു കൊടുക്കുക, അടുത്തെടുക്കുക, അങ്ങനെ. അതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് വായന. എനിക്ക് തീരെ ഇല്ലാത്തതും അതാണ്. ഒന്നാമത് ശ്രമിക്കാറേ ഇല്ല. സമയത്തിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ ഇപ്പം സമയം ഉണ്ടെങ്കിലും ഇത് ഒരു ഗ്രന്ഥശാലയിൽ പോയി ബുക്ക് എടുത്തുകൊണ്ടൊന്നും വായിക്കാറില്ല. അത് പരമസത്യമാണ്. പക്ഷേ ഇവർക്ക് 3 പേർക്കും ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ണനും ഉണ്ട്. കണ്ണൻ പിന്നെ ബുക്കുകൾ, അവൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ബുക്കുകൾ ഇങ്ങനെ വായിച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ വാങ്ങിച്ച് വായിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഐഡിയ. അതാണ് നല്ലതെന്നാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അതാണ് കൂടുതലും ചെയ്യാറ്. അവനൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും, ഇപ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിന് തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നതും ഈ പുസ്തകം തന്നെയാണ്. അടുത്ത ഞങ്ങൾ ചെയ്യുന്നത് KFCയിലേക്ക്. ലുലു വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമല്ലോ, ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മൾ KFC കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തു ഇന്ന്. എന്നിട്ട് നമ്മൾ KFCയുടെ സ്പോട്ടിൽ വന്നു. കണ്ണൻ അതിൻ്റെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയ സമയത്തേക്ക് നമ്മളെന്ത് ചെയ്തു, അതിൻ്റെ സീറ്റൊക്കെ റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും സിന്ധുവും വന്നിരുന്നു. അവർ രണ്ടും അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമുക്ക് പറ്റിയൊരു സ്പോട്ടിലേക്ക് വന്നിരുന്നു. എന്നിട്ട് നമ്മൾ പറയാം സിന്ധു പറയാം എന്ത് നല്ല മറ്റേ രീതിയിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരെണ്ണം തുടങ്ങണം, നല്ല രീതിയിൽ തുടങ്ങിയാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് വേണ്ടു, നമ്മുടെ ബക്കറ്റ് വന്നിട്ട് കിങ്ങാമൂനാണ് പെട്ടെന്ന് തന്നെ കുറേ നാളായിട്ട് KFC കഴിച്ചെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി.
പണ്ട് സത്യത്തിൽ ഖത്തറിൽ വെച്ചിട്ട് ഈ KFC വാങ്ങിച്ചു കഴിഞ്ഞാൽ കിങ്ങിണി എന്തെങ്കിലും ഒരു സാധനം മാത്രം ബണ്ണോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസോ കഴിച്ചിട്ട് ഒന്നും കഴിക്കില്ല. പക്ഷേ ഇപ്പം അദ്ദേഹം വലുതായപ്പോഴത്തേക്ക് ഇപ്പം കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഏരിയയിലേക്ക് നമ്മൾ വന്നു. ഇതാണ് പെണ്ണുങ്ങളുടെ തന്നെ ഒരു പ്രിയപ്പെട്ട ഏരിയയാണ്. എസ്പെഷ്യലി സിന്ധുവിനൊക്കെ. ഞാനധികം കാഴ്ച മാത്രമേ ഉള്ളൂ, വാങ്ങൽ എനിക്കധികം ഇല്ല. കണ്ട് ആസ്വദിക്കുകയാണ് ഞാൻ. ഇത്തരം കമ്മലുകളുടെയും കമ്മലും മാലയൊക്കെ കണ്ട് ആസ്വദിക്കലാണ്. പക്ഷെ വാങ്ങാൻ ഞാൻ വാങ്ങിക്കാറില്ല അധികം. അപ്പോൾ സിന്ധു അങ്ങനെയല്ല, അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തിട്ട് അവിടുന്ന് കമ്മലൊക്കെ വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. ബുഷ് കമ്മൽ അതൊക്കെ വാങ്ങിച്ച മോതിരം അതൊക്കെ വാങ്ങിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ജസ്റ്റ് കാണൽ മാത്രമേ ഉള്ളൂ. ഇവിടെയും ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞ് വീഡിയോ റെസ്ട്രിക്ഷൻ ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. ഇപ്പോൾ അതിനു മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇത് കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം അതെന്ന് അറിയാമോ, കമ്മലുകളില്ലേ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ എനിക്ക് എപ്പോൾ എന്നും ഇങ്ങനെ മാറി മാറി ഇടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഒരെണ്ണം തന്നെ പെർമനൻ്റ് ഇടുന്നത്. പക്ഷെ കമ്മലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നും മാറി മാറി ഇടുന്നത് ഇഷ്ടമാണ്. വലിയ കമ്മലിനോട് അധികം ഇല്ല. ഏതെങ്കിലും ഒരു ദിവസം തന്നെ വലിയ കമ്മൽ ഇട്ടാൽ തന്നെ ഒരു പർട്ടിക്കുലർ ദിവസത്തിൻ്റെ ഇഷ്ടമാണ്. അല്ലാതെ ഒരിക്കൽ ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ മാറി മാറി വലിയ കമ്മലുകൾ ഇടുന്നതിനോട് താല്പര്യമില്ല. എനിക്ക് തോന്നുന്നത് എനിക്കതൊന്നും ചേരത്തില്ലെന്നാണ്. എനിക്ക് കുഞ്ഞിക്കമ്മലിട്ട് ശീലമുള്ളത് കൊണ്ട് എനിക്കതൊന്നും ചേരത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കിങ്ങിണിക്ക് വലിയ കമ്മൽ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എടുക്കണമെന്ന് തീരുമാനിച്ചെന്ന് വെച്ചാൽ അവരുടെ ഫൈനലായില്ലേ, +2 എന്താണ് അതിന് പറയുക, ഫെയർവെൽ, അതിനിടാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ ഉടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് പറ്റിയ കമ്മലൊക്കെ സെറ്റാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാനാണ് അവിടെ കയറിയത്. അതിന് സെറ്റായ കമ്മലൊക്കെ വാങ്ങുകയും ചെയ്ത്. ഈ സാധനം പുറത്തോട്ട് ഇറങ്ങുമ്പം തന്നെ നമ്മൾ ഓരോ കടകളിൽ പുറത്തിറങ്ങുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും അത് കണ്ട് വീഡിയോ എടുക്കാനും ഇങ്ങനെ ടെൻഡൻസി വന്നിരിക്കും. എന്ത് ഭംഗിയാന്ന് നോക്കണേ. നമ്മളൊക്കെ എന്ത് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഇതൊക്കെ കാണാനാണ് ആൾക്കാർ കഷ്ടപ്പെട്ട് ലുലുവിൽ ബ്ലോക്ക് താണ്ടി വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഇപ്പം വരുന്നത് എല്ലാത്തരം ആൾക്കാരും. പണ്ട് ഇത്തരം ഈ മോളുകളിലൊക്കെ വരുന്നത് അത്യാവശ്യം ഭയങ്കര പൈസയുള്ള ആൾക്കാർ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. എല്ലാവരും എല്ലാം കണ്ട് ആസ്വദിക്കുക, ജീവിക്കുക, മരിക്കുക എന്നുള്ള ട്രെൻഡാണ് എല്ലാവർക്കും. അല്ലാതെ ഏത് രീതിയിലും പൈസ ഉണ്ടാക്കുക, ആസ്വദിക്കുക, ജീവിക്കുക, മരിക്കുക, ഇതാണ് പോളിസി. ഞങ്ങൾ പിന്നെ വെസ്റ്റ് സൈഡിലോട്ട് കയറി. എനിക്ക് ഇഷ്ടമുള്ള കുർത്തകളൊക്കെ മേടിക്കാൻ ഇഷ്ടം വെസ്റ്റ് സൈഡിൽ. ഞാൻ വാങ്ങിച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആക്ച്വലി വന്നിരിക്കുന്നത് കുർത്ത മേടിക്കാൻ തന്നെയാണ്. സിന്ധുവിൻ്റെ ബർത്ത്ഡേ 28-ാം തീയതിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുർത്ത എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പുള്ളിക്കാരത്തേക്ക് വലിയ വിലയുള്ള ഒരെണ്ണമായിട്ട് വേണ്ട, 2 കുർത്തയൊക്കെ അധികം വിലയില്ലാത്ത 2000-3000 രൂപയുടെ സാധനങ്ങളൊന്നും വേണ്ട, ഒരു ജോഡിയായിട്ടുള്ളതും വേണ്ട, 1-2 കുർത്ത മേടിച്ചിട്ട് അതിന് പാൻറ്റൊക്കെ ബോട്ടം നമ്മുടെ വീട്ടിൽ ഒന്നുകിൽ ഓൾറെഡി ഉണ്ടാകും, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് മേടിക്കുക എന്നുള്ള രീതിയിലാണ് പുള്ളി ഞാൻ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ട അല്ലാത്ത ടൈപ്പ് മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് സൈഡിൽ എല്ലാ തരം എമൗണ്ടിൻ്റെയും കുർത്തകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ സെക്ഷനിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്. അത്യാവശ്യം ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കുർത്തകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ 2 കുർത്തകൾ സെലക്ട് ചെയ്ത് ബില്ലടിച്ച് വന്നു. അവിടെ തന്നെ വെസ്റ്റ് സൈഡിൽ തന്നെ ചെരുപ്പുണ്ട്. നല്ല ചെരുപ്പ്, കിങ്ങിണിക്ക് നല്ല ഭംഗി, കാലിൽ നന്നായിട്ട് ചേരുന്ന ടൈപ്പ് ചെരുപ്പുകൾ നോക്കി. പക്ഷെ ഞങ്ങൾ ഈ ചെരുപ്പ് ആക്ച്വലി ബില്ലടിക്കാൻ കൊണ്ടുപോയിട്ട് അവൾക്ക് ഓൾറെഡി ചെരുപ്പ് ഉള്ളത് കൊണ്ട് ആ സമയമായപ്പോൾ അത് വലിയ റേറ്റാണ്. ബില്ലടിക്കുന്ന സെക്ഷനിൽ വന്നപ്പോൾ അവൾ പറയും എനിക്കത് വേണ്ട, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വെച്ചു. അതുകൊണ്ട് കാലിന് ഭംഗിയായി ചേരുന്ന ടൈപ്പ് ഒരു ചെരുപ്പായിരുന്നു. എന്നിട്ട് അത് തിരിച്ചു വെച്ചിട്ട് കുർത്തകൾ മാത്രം എടുത്ത് വന്നു. അടുത്ത് ഞങ്ങൾ എന്താ പരിപാടി വന്നത്, കുൽഫി കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ നേരത്തെയും കുൽഫി കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ് കേട്ടോ കുൽഫി. ഞങ്ങൾ നേരത്തെ ലുലുവിൽ വരുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ എന്ത് സാധനം പിടിക്കാൻ വന്നാലും കുൽഫി വാങ്ങിച്ച് കഴിക്കാം. നല്ല ഫ്ലേവറുള്ള സാധനങ്ങളും ഉണ്ട്. അതിൽ കിങ്ങിണി കിങ്ങിണി വാങ്ങിച്ചത് എന്താണ് എന്തോ ഒരു സ്പെഷ്യൽ സാധനം. എൻ്റെ പേര് പോലും ഞാൻ മറന്നുപോയി. നല്ല ടേസ്റ്റാണെന്നൊക്കെ സിന്ധു പറയുന്നുണ്ട്. സിന്ധു എപ്പോഴും ചിക്കു ആണ് വാങ്ങിക്കുന്നത്. ചിക്കു കണ്ണൻ മാംഗോ ഫ്ലേവർ.
ഞാനും കിങ്ങിണി വാങ്ങിച്ചത് ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കിങ്ങിണി വാങ്ങിച്ചതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അത് തന്നെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് തളർന്ന് വന്ന് പോയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കിടന്നിട്ടേ ക്ഷീണമൊക്കെ ആയി. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇനി തുടരും. എറണാകുളം ഡയറീസ്.